അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാരുതിയുടെ ഫ്രോൺസ് ആണ്. ഇന്ന് നമ്മൾ ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് കൂടി പോയപ്പോൾ ജസ്റ്റ് ഇവരുടെ ഡിസ്പ്ലേ കണ്ട് കയറി ചോദിച്ചു, പോയ ഒരു വാക്ക് കിട്ടിയ ആനയെന്ന് പറയും പോലെ അങ്ങനെ എടുക്കുന്ന വീഡിയോ കേട്ടോ. ഡിസൈൻ നോക്കിയാൽ ഒരു രക്ഷയില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വാഹനമാട്ടോ ഇത്. നമ്മുടെ ഇൻഡിക്കേറ്റർ യൂണിറ്റൊക്കെ നമ്മുടെ DRL തന്നെയാണ് വന്നേക്കുന്നത്. താഴത്തായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ലോഗോയാണ് നമ്മുടെ മാരുതിയുടെ. എൻ്റെ താഴത്ത് തന്നെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലായിട്ട് എയറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്കാട്ടോ. എനിക്ക് ഈ മാരുതിയുടെ വാഹനങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രോൺസിനെയാണ്. ഇതിപ്പോൾ അവിടെ കിടന്നു വെച്ചാൽ ഒരു ഡെൽറ്റ വേരിയൻ്റ് ആയിട്ടാ. അപ്പോൾ അടിയിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും മുതൽ ഒരു രക്ഷയില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു വാഹനം. സൈഡിലേക്ക് വരാൻ നേരത്ത് നമ്മുടെ വീലാർച്ചി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പേറിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് പറയത്തക്ക വിധത്തെയൊന്നുമില്ല കേട്ടോ. പിന്നെ നോക്കാത്ത മുകളിലായിട്ട് റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിൽ ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. അത് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റും നമ്മുടെ റിവേഴ്സിൻ്റെ യൂണിറ്റും മാത്രമാണ് ആ പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമില്ല അതിനകത്ത് പറയാനായിട്ട്. കാരണം നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ DRL തന്നെ ആണ് ആ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് കൊടുത്തത്. ഇത് ബ്രേക്ക് ലൈറ്റിൽ കൊടുത്തിട്ടില്ല. അതിൻ്റെ നേരെ താഴത്തായിട്ടാണ് നമ്മുടെ റിവേഴ്സും ഇൻഡിക്കേറ്ററും കൂടി വന്നേക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ക്യൂബ് സൈസ് ആയിട്ടാണ് മറ്റേ ഇത് കൊടുത്തിരുന്നതെങ്കിൽ ഈ ബാക്കിൽ കുറച്ചുകൂടി വ്യത്യസ്തപ്പെടുത്തിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഫ്രോൺസ് എന്ന് എഴുതിയേക്കണുണ്ടോ, ആ ഫ്രോൺസ് എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്തൊരു ചെറിയൊരു വെട്ട് പോലെ നോക്കിയേ. പെട്ടെന്ന് അതായത് ഒരു ചരിവുള്ളത് കൊണ്ട് ഫ്രോൺസ് ചരിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ പറയാനായിട്ട്. അത്യാവശ്യം നല്ല ഡിസൈനായിട്ടോ. സ്പോയിലർ കാര്യങ്ങൾ, ഷാർക്ക് ഫിൻ ആൻറ്റിന ഇതെല്ലാം വന്നിട്ടുണ്ട് ഇതിനകത്ത്. രക്ഷയില്ല. ആ ഒരു സ്പോയിലർ വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ ആ ഒരു ലുക്കേ മാറിപ്പോയി കേട്ടോ. സ്പോയിലർ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മറ്റേ കഷണ്ടി തല പോലിരുന്നേനെ. ആ ഒരു ഫ്ലോയിൽ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു പോയതാട്ടാ. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂൽ ടാങ്ക് അടിക്കാനുള്ള ഒരു സെറ്റപ്പ് മാത്രമേ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് വരാം. വണ്ടിക്കകത്തേക്ക് നമുക്ക് കയറാം. എന്താ അല്ലേ, ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ വണ്ടിയിൽ കയറിയിട്ടില്ല ഇതുവരെ. അതായത് ഞാൻ ആ വന്ന വഴി നേരെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത് നേരെ അകത്തേക്ക് വന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ആയിട്ട് നമ്മുടെ ചൈൽഡ് ലോക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ നേരെ അടിയിലായിട്ട് നെക്സ്റ്റ് ആയിട്ട് ഒരു ബാഡ്ജിങ് കാര്യങ്ങളുണ്ട്. ആ സ്റ്റീലുമേന്ന് നെക്സ്റ്റ് ബാഡ്ജിങ് ഇല്ലേ, നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. നല്ല രീതിക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊജക്റ്റ് ചെയ്തല്ല, നല്ല തിളങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വെയിലടിക്കണമുണ്ട് അധികം വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. നമുക്കൊന്ന് താക്കോൽ ഓണാക്കി നോക്കാം. യെസ്, അങ്ങനെ നമ്മൾ താക്കോൽ ഓണാക്കിയിട്ടുണ്ട്. എന്താ അല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ മീറ്റർ യൂണിറ്റൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ വരുന്നത്. താഴത്തെ നമുക്ക് ഗിയർ ലിവർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കേട്ടോ കൊടുത്തേക്കുന്നത്. താഴത്തായിട്ട് 2 കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങളൊന്നും വിട്ടുപോയതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇത് ഫസ്റ്റ് ടൈം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതേ ഉള്ളൂ. പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ ഈ അതിനകത്ത്. മുകളിലായിട്ടൊരു ഗ്ലാസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് വെച്ചേക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വെയിലടിക്കുന്ന സമയത്ത് നേരെ ഷെയ്ഡ് താത്തിയിട്ടാൽ മതി. വേറെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ ചാർജിങ് സ്ലോട്ട്, അത് മറ്റേ 12 വാട്ടിൻ്റെ ചാർജർ കേട്ടോ. 20 കിലോമീറ്ററൊക്കെ കേട്ടോ ഇതിൻ്റെ മൈലേജ് പറയുന്നത്. ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കിയാണെങ്കിൽ 998 cc ആണ് എൻജിൻ വരുന്നത്. 3 സിലിണ്ടർ വരുന്നുണ്ട്. മാക്സിമം പവർ വരുന്നത് 5500 RPM-ൽ 98 HP ആണ് പവർ വരുന്നത്. മാക്സിമം ടോർക്ക് വരുന്നത് 4500 RPM-ൽ 147 Nm ആണ് ടോർക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്റർ കേട്ടോ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇതിൻ്റെ ടൈപ്പ് പറഞ്ഞിട്ടില്ല. ഇത് XUV ടൈപ്പാണ് ഈ വാഹനം വരുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കമ്പനി ആവശ്യപ്പെടുന്നത് 180 കിലോമീറ്ററാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ല രീതിക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. 308 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ താഴത്താണ്, അതായത് ആ ഷീറ്റിൻ്റെ നേരെ താഴത്തായിട്ടാണ് നമ്മുടെ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും 16 ഇഞ്ചിൻ്റെ വീൽസാണ് കൊടുത്തേക്കുന്നത്.
ഇതിന് ലെങ്ത്ത് വരുന്നത് 3995 mm ആട്ടാ. വിത്ത് വരുന്നത് 1765 mm. ഹൈറ്റ് വരുന്നത് 1550 mm. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് ചുമ്മാ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ ആയിരുന്നു കേട്ടോ. ഇത്രയ്ക്ക് പെട്ടെന്നൊക്കെ എടുത്തതാണ്. പിന്നെ അത് കുറേ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.